ആസിഫ് അലിക്ക് ഇഷ്ടപ്പെട്ട തൊടുപുഴക്കാരുടെ സ്വന്തം തേങ്ങാച്ചോറ്. തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനായി ഈ ഒരു ഗ്ലാസ്സിന് 10 ഗ്ലാസ് മട്ടയരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി നന്നായി കഴുകി അരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് കുതിരാനായി അടച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിൽ 2 വലിയ തേങ്ങ ചിരവിയതും 1 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കാം. ഇതുപോലെ. ഇനി അരി വേവിക്കുന്ന ചെമ്പിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചൊന്ന് ചൂടാവുമ്പോൾ 2 കഷ്ണം പട്ട, ഈ കാണുന്ന സ്പൈസസും ചെറിയൊരു സവോള നൈസായിട്ട് സ്ലൈസ് ചെയ്തതും ചെറിയൊരു ക്യാരറ്റ് കുനുകുനാന്നരിഞ്ഞതും ചേർത്ത് വഴറ്റി ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിരാനായി വെച്ചിരുന്ന അരിയും ചേർത്തിളക്കി ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങാ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് അളവിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ അരിയും വെള്ളവും ഈ ഒരു ലെവലിന് വേണം നിൽക്കാനായിട്ട്. ഇനി കുറച്ച് മസാലപ്പൊടികളോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിന് ചെറിയ ജീരകവും വലിയ ജീരകവും വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ചൊരു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ മൂട് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് വെള്ളം വറ്റി വരുമ്പോൾ തീ സിമ്മിലാക്കി നന്നായി ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊടുപുഴക്കാരുടെ സ്വന്തം തേങ്ങാച്ചോറ് റെഡി. പല നാട്ടിലും ഇവന് പല പേരും പല നിറവുമാണ്. കണ്ണൂർ സൈഡിലേക്കൊക്കെ ആണെങ്കിൽ കൈമാ റൈസിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെള്ള കളറിലാണ് ഇവനെ കാണാറ്. മറ്റു ചില സ്ഥലങ്ങളിലോ ബസ്മതി റൈസിലും മട്ട റൈസിലൊക്കെ തേങ്ങ അരച്ചും തേങ്ങാപ്പാൽ ഒഴിച്ചും താളിച്ചൊഴിച്ചും നട്ട്സ് ഇട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇവൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.